അപ്പോൾ ഇൽമ് അത് ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് അദബ്, മര്യാദ, ഗുരുത്തം, പൊരുത്തം എന്നൊക്കെ പറയുന്ന സംഗതികൾ അത് പൂർണ്ണമായും കൊണ്ടുണ്ടാവണം. അത് നമ്മുടെ സംസാരത്തിൽ വേണം, നമ്മുടെ പ്രസംഗത്തിൽ വേണം, നമ്മുടെ എല്ലാ സ്വഭാവത്തിലും നമ്മുടെ ഓരോ നിമിഷങ്ങളിലും അതുണ്ടാവണം. അതില്ലാത്ത ഇൽമ് അതുകൊണ്ട് വലിയ നഫയുണ്ടാവില്ല. ദുനിയവിയായ നഫയില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ശമ്പളം കിട്ടും, അല്ലെങ്കിൽ നീക്ക് മറ്റുള്ള വേതനങ്ങൾ എന്താണ് നിശ്ചയിക്കപ്പെട്ടത് അത് ലഭിക്കപ്പെടും. വേറെ അതുപോലത്തെ ഭൗതികമായ സുഖങ്ങളും അതിൻ്റെ ഗുണങ്ങളൊക്കെ ലഭിക്കപ്പെടാം. പക്ഷേ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുന്ന ഇൽമാണെങ്കിൽ അതെനിക്ക് ആവശ്യമാണ് കുരുത്തം പൊരുത്തം എന്നുള്ളത്. അപ്പോൾ മഹാന്മാരാവുന്ന നമ്മളെ ഉസ്താദന്മാർ ആ ഉസ്താദന്മാരെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും അവരിൽ നിന്ന് ഉലൂമുകളെ സമ്പാദിച്ച് അവരെ പൊരുത്തത്തോടു കൂടി അവരുടെ സമ്മതത്തോടു കൂടിയാവണം നമ്മൾ ഈ രംഗത്ത് ദീനിയാവുന്ന ഖിദ്മത്തിന് വേണ്ടി തന്നെ പുറപ്പെടേണ്ടത്. നമ്മൾ ഒരുങ്ങി തയ്യാറാവേണ്ടത്. മഹാന്മാരായ ഉസ്താദന്മാരൊക്കെ പറഞ്ഞല്ലോ, വലിയ വലിയ ആളുകൾ ഇതാ ഇന്ന ആൾ എനിക്ക് സമ്മതം തന്നു ഹദീസ് ദർസ് നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ തഫ്സീർ ദർസ് നടത്താൻ വേണ്ടി, അതല്ലെങ്കിൽ ഫിഖിയാവുന്ന ഇൽമുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഏതൊരു ഇൽമും പറഞ്ഞു കൊടുക്കാൻ അത് ഇന്ന ആളിൽ നിന്ന് സമ്മതം കിട്ടി, അത് വലിയ അഭിമാനത്തോടു കൂടിയാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ സനദ് വാങ്ങുന്നത് പോലെ തന്നെ, പക്ഷേ നമ്മൾ സനദ് എന്ന് പറഞ്ഞത് നമ്മളെ ഷഹാദ എന്നൊക്കെ പറയണത് നമ്മളൊരു ഭൗതികമാവുന്ന ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് നമ്മളത് വാങ്ങുന്നത്. നമുക്ക് മദ്രസയിൽ നിൽക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ രംഗത്ത് ഏത് ജോലിക്ക് പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് ചോദിക്കപ്പെടുന്നൊരു കാലമാണിപ്പോൾ. അപ്പോൾ നമ്മളത് കാണിച്ചു കൊടുക്കേണ്ടി വരും. അതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ 2 കൊല്ലം കൊണ്ടോ 3 കൊല്ലം കൊണ്ടോ 6 മാസം കൊണ്ടും സർട്ടിഫിക്കറ്റ് ഇട്ടുകയാണെങ്കിൽ അതിന് ചേർന്ന് പഠിച്ച്, നീ ചേർന്നാലും ചേർന്നില്ലെങ്കിലും വേണ്ടിയില്ല. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ദർസ് എടുത്തുമ്പോൾ കുട്ടികളോട് പറഞ്ഞു, ഉറങ്ങുന്ന ആൾക്കാർ തീ കിടന്ന് ഉറങ്ങിക്കൊള്ളി, ഒരു കുഴപ്പമില്ല. പക്ഷേ നിസാമിയിലൊക്കെ പോയിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതി വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് അവിടെ പരീക്ഷയ്ക്ക് എഴുതാൻ പോയാൽ മതി. ഇവിടെ തന്നെ പരീക്ഷയ്ക്ക് എഴുതാൻ പോയാൽ മാത്രം പോരാ, ക്ലാസ്സിൽ വന്ന് ഉറങ്ങാനും നിങ്ങൾ വരണം. അങ്ങനെ ഇവിടെ ഇന്ന് പൂർണ്ണമായിട്ട് ക്ലാസ് കഴിയണ വരെ ഉറങ്ങി അവസാനം പരീക്ഷൻ്റെ സമയത്ത് ഉറങ്ങാതെ പരീക്ഷയ്ക്ക് എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നുള്ളത് കുട്ടികൾക്കൊക്കെ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളെ കഴിവുകളൊക്കെ വികസിപ്പിച്ചെടുക്കാനുള്ളതായ അതിൻ്റെ ചില റൂട്ടുകൾ അതിൽ മഹാന്മാരാകുന്ന ഉസ്താദന്മാരും മറ്റും പറഞ്ഞു തരും. അതാണ് ഈ 6 കൊല്ലം 10 കൊല്ലമൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞാൽ തഹ്സീലുൽ ഇൽമല്ല. ഇൽമ് നിങ്ങൾക്ക് ഒരു ചുക്കും കിട്ടിയിട്ടില്ല. പിന്നെന്താ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ തഹ്സീലു തരീഖുൽ ഇൽമ് എന്നാണ്. അത് എങ്ങനെ പഠിക്കാം, എങ്ങനെ അധ്വാനിക്കാം. അപ്പം അങ്ങനെ ആ ഒരു തരീഖ് പഠിപ്പിച്ചു തരുമ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ, ഓരോ കഴിവുകളും നൈസർഗികമായ കഴിവുകൾ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിൽ അല്ലാഹു നിക്ഷേപിച്ച കഴിവുകളാണ് ഇതൊക്കെ. പ്രസംഗമാണെങ്കിലും എഴുത്താണെങ്കിലും കവിതയാണെങ്കിലും ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പം ഇംറുൽ ഖൈസ് വലിയ ഷായറാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അയാളൊരു കവിത പഠിപ്പിച്ചു കൊടുക്കണേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചതൊന്നുമല്ലല്ലോ. അപ്പോൾ അതൊരു നൈസർഗികമായ ഒരു കഴിവാണ്. ആ കഴിവ് വികസിപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ കഴിവുകളും പലരും പല നിലക്കുള്ള കഴിവുകളുണ്ട്. പ്രസംഗം അതൊരു നൈസർഗികമായ കഴിവാണ്, അതിന് വികസിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ രംഗത്തുനിന്ന് ഏത് വികസിപ്പിച്ചെടുക്കുമ്പോഴും അതിനടിസ്ഥാനപരമായി ഉള്ളൊരു ഗുണമാണ്. ആ ഗുണങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അത് ശ്രദ്ധിച്ചുകൊണ്ടാവണം ചെയ്യേണ്ടത്. അതാണ് അദബ്, ബഹുമാനം എന്നൊക്കെ പറയുന്നത്.
ആ അതബ് ബഹുമാനം എന്ന് പറയാൻ നല്ല വലിയ വലിയ ആളുകളൊക്കെ കണ്ടില്ലേ. അവർ ഇപ്പോൾ മഹാനാവുന്ന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ മൂപ്പര് സക്കരിയ അൽ അൻസാരി തങ്ങളെ പറ്റി പറഞ്ഞു, ഹുവ അജല്ലു മാ വഖഅ ബസരി അലൈഹി. മഹാനാവുന്ന സക്കരിയ അൽ അൻസാരി തങ്ങൾ ഞാൻ പല ഉസ്താദന്മാരിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. ഓരോ ഉസ്താദന്മാരും ആ വിഷയത്തിൽ പ്രഗത്ഭരായ ആളുകളിൽ നിന്നാണ് ഓരോ കിതാബും മൂപ്പര് ഓതിക്കേണ്ടത്. മൂപ്പര് ഇൽമുൽ മന്തിഖ് ഓതിയതായ ഉസ്താദിനെ പറ്റി, ഇൽമുൽ ബയാനു മഅാനി ബദിയും ഒക്കെ ഓതിയ ഉസ്താദിനെ പറ്റി, ഹദീസ് പഠിച്ച ഉസ്താദിനെ പറ്റി ഒക്കെ മൂപ്പര് പറയുന്നുണ്ട്. ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മഹാനാവുന്ന സക്കരിയ അൽ അൻസാരി തങ്ങളെ പറ്റി പറയണത് ഹുവ അജല്ലു മൻ വഖഅ അലൈഹി ബസരി. ഞാൻ കണ്ട ആളുകളെ കൂട്ടത്തുനിന്ന് ഏറ്റവും അജല്ലായിട്ട് ഞാൻ കാണുന്നത് ഈ സക്കരിയ അൽ അൻസാരി തങ്ങളെ. അതുകൊണ്ടാണ് ആ സക്കരിയ അൽ അൻസാരി തങ്ങളെ സംബന്ധിച്ച് മൂപ്പര് പ്രയോഗിക്കുന്നത് തന്നെ ഷെയ്ഖുന എന്നുള്ള പ്രയോഗമാണ്. നമ്മളൊന്നും അങ്ങനെ, നമ്മളെല്ലാവരും ഷെയ്ഖുന 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 എന്ന് പറയും, മനസ്സിലായില്ലേ? ആ നിലക്കല്ല അവരെ അജല്ലു മൻ വഖഅ അലൈഹി ബസരി എന്ന്. അപ്പോൾ അവർ ആ പറയൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചാൽ ആ ഉസ്താദിനോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ പ്രകടാക്കുക. മൂപ്പരെ സക്കരിയ അൽ അൻസാരി തങ്ങളും പറയലുണ്ടെന്നല്ലോ, നശഅ്തു ബൈനൽ ഹജറൈനി വബൈനൽ ജലാലൈനി വബൈനൽ കബാലൈനി. മൂപ്പര് ഈശ്വരന്മാരെ കൊണ്ട് അഭിമാനിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഈശ്വരാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ. 100ഓളം ഗ്രന്ഥങ്ങൾ ഓരോ വിഷയത്തിനെ സംബന്ധിച്ചുണ്ടാക്കി. ഓരോ മസലയിൽ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയെന്ന് പറയാം. 100ഓളം കിതാബുകളാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ മൂപ്പര് ആ കുറഞ്ഞ കാലം കൊണ്ടിട്ട് എഴുതിയത്. അപ്പം അങ്ങനത്തെ മഹാന്മാർക്കൊക്കെ അടിസ്ഥാനപരമായി അവർക്കുള്ള ഗുണം ഈ ബഹുമാന ആദരവൊക്കെയാണ്.